റെഡി? യു നീഡ് ടു പ്രാക്ടീസ്. വെറും പ്രാക്ടീസ് അല്ല, യു ഹാവ് ടു ഓവർ പ്രാക്ടീസ്. നിങ്ങൾക്ക് 25 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ യു ബിക്കം ഫ്ലുവൻറ്റ് ഇൻ ദാറ്റ്. ഫ്ലുവൻസി നിങ്ങൾക്ക് കിട്ടും. ഫ്ലുവൻസി, നിങ്ങളതിൽ ഫ്ലുവൻസി ആവും. ഇപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് ആണെന്നിരിക്കട്ടെ, 25 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ആരാവും? ഫ്ലുവൻസി കിട്ടും. 100 മണിക്കൂർ നിങ്ങൾ ആ സാധനം പഠിച്ചാൽ, ബിസിനസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ക്ലോസിംഗ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, പഠിച്ചാൽ യു ബിക്കം ലിറ്ററേറ്റ്, സാക്ഷരതയുള്ളവരാവും. 10,000 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ യു ബിക്കം മാസ്റ്റേഴ്സ്. എന്താ ഇവരുടെ പ്രത്യേകത? മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ലാലേട്ടൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പുള്ളി പോലും അറിയാതെയാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ദാസേട്ടൻ പാടാൻ നിൽക്കുമ്പോൾ അവർ പോലും അറിയാതെയാണ് അവർ പാടുന്നത്. ബിക്കോസ് ദേ ആർ മാസ്റ്റേഴ്സ്. കാരണം എന്താ? ദേ പ്രാക്ടീസ് 10,000 hours. എങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ലേണിംഗ്. ഈ എഴുതുന്നതേ ദിസ് ഈസ് നോട്ട് ലേണിംഗ്. ഈ കേൾക്കുന്നതേ ദിസ് ഈസ് നോട്ട് ലേണിംഗ്. വായിക്കുന്നതേ ദിസ് ഈസ് നോട്ട് ലേണിംഗ്. കാരണം എന്താ? ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട്, ഞാൻ ഭയങ്കര ബൈക്കിൻ്റെ സ്റ്റണ്ടറാണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് സജു ഞാൻ ഓടിച്ച് കാണിക്കുക. ഞാൻ ഫ്രണ്ട് പൊക്കുന്നു, ബാക്ക് പൊക്കുന്നു, തിരിക്കുന്നു, മറിക്കുന്നു. നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ട് എഴുതിയെടുത്തോണ്ടിരിക്കുക. ക്ലച്ച് പിടിച്ച് ഗിയറിട്ട് ചവിട്ടി ആക്സിലേറ്റർ അടിപൊളി. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? നിങ്ങളിതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. വണ്ടി ഓടിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. ലോകത്ത് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം എഴുതിയെടുത്തു. ക്ലച്ച് പിടിക്കണം, ബ്രേക്ക് പിടിക്കണം. വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? വണ്ടിയെ കയറിയിരിക്കണം. വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരുത്തനെ പുറയിലിരുത്തണം. എന്നിട്ട് പതുക്കെ ഓടിച്ച് പഠിക്കണം. കുറേ കഴിയുമ്പോൾ അവനോട് ഇറങ്ങാൻ പറയണം, തനിയെ ഓടിച്ചു പോകണം. ആണോ? ഇതാണ് തുടക്കം ചെയ്യണ്ടേ. അങ്ങനെ 25 മണിക്കൂർ വണ്ടി ഓടിക്കുമ്പോൾ എന്തായി? ഫ്ലുവൻസി ആയി. അത്യാവശ്യം ഇപ്പം ഇടിച്ച് നിൽക്കത്തില്ല, അതുവരെ ഇടിച്ച് നിൽക്കുമായിരുന്നു. 100 hours ആയി കഴിയുമ്പോഴത്തേന് ഇപ്പോൾ ഓടിക്കുന്ന പോലെ. ഇപ്പം എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? പണ്ട് ആദ്യമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് ആ വണ്ടി കയറി ഓർമ്മയുണ്ടോ? ക്ലച്ച് ഇട്ട് ചവിട്ടണം, ഗിയർ മാറ്റണം, സ്റ്റിയറിങ് പിടിക്കണം. ഇവിടെ ബ്രേക്ക് എവിടെ ഓർക്കുന്നോ? ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോണും ചെയ്യുന്നുണ്ടായിരുന്നു, മെസ്സേജ് നോക്കുന്നുണ്ടായിരുന്നു, അടുത്തിരിക്കുന്ന ആളിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, റോഡിൽ കൂടെ പോയാൽ പെങ്കൊച്ചിനെ വായി നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യാൻ തുടങ്ങി. ആണോ? ബിക്കോസ് യു ബിക്കം എ മാസ്റ്റർ. സോ ഇൻ ബിസിനസ് നിങ്ങൾക്ക് 10,000 മണിക്കൂറൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. വേറൊരു മാർഗമുണ്ട്. 500 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. യു ക്യാൻ ബിക്കം എ മാസ്റ്റർ. പഠിക്കാൻ പോയാൽ 10,000 മണിക്കൂർ പഠിക്കണം. പഠിപ്പിക്കുകയാണെങ്കിൽ 500 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. യു വിൽ ബിക്കം എ മാസ്റ്റർ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ആൻ ഓൺട്രപ്രണർ ഷുഡ് ബി എ ട്രെയിനർ ബൈ ഹിംസെൽഫ്. നിങ്ങളൊരു ട്രെയിനർ ആവണം. നിങ്ങളുടെ സ്റ്റാഫിനെ പഠിപ്പിക്കാൻ പുറത്തുനിന്ന് ഒരാൾ വരരുത്. കാരണം നിങ്ങളുടെ സ്റ്റാഫിന് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കേ അറിയൂ. അവിടെ 10 സ്ലൈഡുമായിട്ട് വരുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. എവരുടെ കസ്റ്റമർ ഇന്ന് ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം ആകുമ്പോൾ എന്താ പറയുക, നാളെ പ്രതികാരം ചെയ്താൽ മതിയോ സാർ? ഇതാണ് പുറത്തുനിന്ന് വരുന്ന ട്രെയിനിങ്ങിൻ്റെ പ്രശ്നം. അതിൻ്റെ കൂട്ടത്തിൽ ഇവരിതിൻ്റെ മാസ്റ്ററും ആയിക്കൊണ്ടിരിക്കുക. 500 മണിക്കൂർ പഠിപ്പിച്ചാൽ മാസ്റ്റർ ആവുമെങ്കിൽ പഠിപ്പിക്കുന്നേ ഇന്ന് തൊട്ട്. എനിക്കൊരു മടിയിൽ ഈ ടോപ്പിക്കെല്ലാം നിങ്ങൾ കൊണ്ടുപോയി ആരെ വേണേലും പഠിപ്പിച്ചു, ഒരു പ്രശ്നമില്ല. എത്ര ടോപ്പിക്ക് വേണേലും തരാം. യു ഷുഡ് ബി എ ട്രെയിനർ ടു ബിക്കം എ മാസ്റ്റർ. അപ്പോൾ ഇതൊക്കെ അറിയാതെ മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് വിൽ ഹാപ്പൻ വിത്തൗട്ട് എനി കോൺഷ്യസ് എഫേർട്ട്. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഈ സ്ലൈഡിലുള്ളതല്ല. ഇതൊക്കെ തനിയെ വരുന്ന. വൈ? ഇത് ഫ്ലുവൻസിയിൽ നടക്കില്ല, ലിറ്ററസിയിൽ നടക്കില്ല. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഫോർ മാസ്റ്റേഴ്സ്. സോ ലേണിങ്ങിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ദാറ്റ് പർപ്പസ് ഈസ് മാസ്റ്ററി. റീഡിങ് അല്ല ലേണിംഗ്, റൈറ്റിംഗ് അല്ല ലേണിംഗ്, ലിസണിങ് അല്ല ലേണിംഗ്, വാച്ചിങ് അല്ല ലേണിംഗ്. വാട്ട് ഈസ് ലേണിംഗ്? മാസ്റ്ററി.
നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോലും അറിയാതെ ആ ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എങ്കിൽ എൻ്റെ ചോദ്യം, ഈ ലൈഫിൽ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളിൽ മാസ്റ്ററി നേടി നിങ്ങൾ? വെരി ഫ്യൂ. സ്കൂളിൽ എന്ത് മാസ്റ്ററിയാ കിട്ടിയേ? എന്ത് മാസ്റ്ററിയാ കിട്ടിയേ? നത്തിങ്. ജസ്റ്റ് ലിറ്ററസി. 100 മണിക്കൂർ പിടിച്ചിരുത്തി മാത്സ് പഠിപ്പിച്ചു. എന്ത് കാര്യത്തിന്? കെമിസ്ട്രി പഠിപ്പിച്ചു. എന്തിന്? ഇന്നും ആ ജോർജ് ജോൺ സാറിൻ്റെ അടി, എൻ്റെ ദൈവമേ, ഇക്വേഷൻ പറഞ്ഞ് കേൾപ്പിക്കാത്തതിന്. ഓഹ്. മാസ്റ്റേഴ്സ് ആവണ്ടേ ആർക്കൊക്കെയാ? ആർക്കൊക്കെ മാസ്റ്റേഴ്സ് ആവണം? ഇൻ ബിസിനസ്, ഇഫ് യു വാണ്ട് ടു ബിക്കം മാസ്റ്റർ, ടീച്ച്. പഠിപ്പിക്കും. ഇന്നോട്ട് പഠിപ്പിക്കും.